ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ നമ്മുടെ ഷോർട്ട് ഒരു വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പണിസ്ഥലത്തോട്ടേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ പാക്കിങ്ങും പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ തിരിച്ചിവിടെ വരുന്നുള്ള കുറച്ച് സംഗതികളൊക്കെയാണ് കേട്ടോ വിഷ്വലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലോട്ടേക്ക് കിടക്കാം. അപ്പം ഇല്ലേ, ഒരുപാട് പേർക്ക് ഉണ്ടല്ലോ ഈ വീട്ടുജോലി എന്ന് പറയുന്ന ഒരു സംഗതി കുറച്ച് ടെൻഷൻ പിടിച്ച പരിപാടിയാണ്. ഈ ഒരു ടെൻഷൻ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള കുറച്ച് ആൾക്കാരൊക്കെ ആയിരിക്കും. അതായത് നമ്മൾ എന്ത് ചെയ്താലും അതിലൊരു ജഡ്ജ് ചെയ്തിട്ട് അയ്യോ അങ്ങനെയല്ല, ആ കുറച്ചും കൂടെ അങ്ങനെയാക്കായിരുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ജഡ്ജ്മെൻറ്റോട് കൂടെ കാണുന്ന കുറച്ച് ആൾക്കാരാണ് നമ്മുടെ ചുറ്റുപാടും ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കാര്യം ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾക്ക് ടെൻഷനായിരിക്കും. അപ്പോൾ അങ്ങനത്തെ വീട്ടുജോലികളിലെ ടെൻഷൻ, വീട്ടുജോലി എന്ന് മാത്രമൊന്നുമല്ല കേട്ടോ, ഏതൊരു കാര്യത്തിലാണെങ്കിലും ടെൻഷൻസൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് പീസ്ഫുള്ളായിട്ട് ഈ സംഗതിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളുടെ ജാപ്പനീസ് കുട്ടന്മാർ ഫോളോ ചെയ്തു പോകുന്ന ഷാഗു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തോട്ടുണ്ട്. അതേ പറ്റിയിട്ടാണ് കേട്ടോ നമ്മളിന്ന് പറയാൻ വേണ്ടി പോണേ. അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് പറയൂട്ടെ, നമുക്ക് നമ്മുടെ ഈ ഒരു ചെയ്യുന്ന പരിപാടി പീസ്ഫുള്ളായിട്ട് ചെയ്ത് തീർക്കാനായിരിക്കുമല്ലോ എല്ലാവർക്കും ആഗ്രഹം. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ ഈ ഷാഗു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഒഴുക്കിനൊപ്പം അങ്ങോട്ട് പോവുക, അങ്ങനെ നമ്മളൊരു പറയില്ലേ, ആ ഒരു സംഗതിയാണ് കേട്ടോ ഇത്. ഫസ്റ്റ് വൺ വരണതുണ്ടല്ലോ, ഈ കടുംപിടുത്തങ്ങൾ ഒഴിവാക്കുക. നമ്മൾ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടോ, നമ്മളെപ്പോഴും പറയും നമ്മുടെ ലൈഫിലൊരു അടുക്കും ചിട്ടയും വേണം, ഒരു ടൈം ടേബിൾ പോലെയൊക്കെ വേണം എന്ന് പറയും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പക്ഷെ ആ ഒരു സാധനം നെഗറ്റീവായിട്ട് നമ്മൾക്ക് വരണത് എപ്പോഴാണെന്ന് അറിയാമോ, ഈ നമ്മളിങ്ങനെ ഓക്കെ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഒരു ദിവസം അതിൽ നിന്നെങ്ങാനും ഒരു ഇച്ചിരി അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് ഇനി അവർക്കത് പറ്റില്ല, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ടെൻഷൻസ്, ചിലപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് അവരുടെ ചുറ്റുമുള്ള ആൾക്കാരെ പോലും അവർ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഭയങ്കര പൊട്ട സ്വഭാവമാണ്. കാരണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അതിലേക്ക് വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ ചിലപ്പോൾ ഒരു നൈസായിട്ട് ഒരു വഴി കൂടെ പ്ലാൻ ചെയ്യും, അപ്പുറത്ത് വേറെ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലായിരിക്കും നമ്മുടെ ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ കുഞ്ഞു കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും. ഇപ്പോൾ ഒരു ആസ് എ ഹോം മേക്കർ എന്നുള്ളൊരു രീതിയിൽ നമ്മൾക്ക് ഇങ്ങനെ ഒക്കെ ഉണ്ടായിരിക്കും. രാവിലെ നമ്മൾ ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഉച്ചയ്ക്ക് ഇന്ന കാര്യങ്ങളാണ്, അങ്ങനെയൊക്കെ നമുക്ക് പ്ലാനിങ് ഉണ്ടായിരിക്കും. അത് ഇപ്പോൾ ഒരു 10 ദിവസം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ 5 ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നമുക്ക് നടക്കും. മേ ബി ചിലപ്പോൾ ഒരു 6ാമത്തെ ദിവസം നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസ് കൊണ്ട് നമുക്ക് അതിൽ നിന്നും ഒന്ന് മാറി ചെയ്യണമെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ തന്നെ ചെയ്യുക. അല്ലാതെ ഓക്കെ ഞാൻ അങ്ങനെയല്ല തീരുമാനിച്ചിരിക്കുന്നത്, ഞാൻ തീരുമാനിച്ച പോലെ തന്നെ നടക്കണം എന്നൊക്കെ വാശി പിടിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഇങ്ങനത്തെ ഒരു വാശി വരുമ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് നമുക്ക് ഭയങ്കര ടെൻഷൻസും കാര്യങ്ങളും വരും. അത് മാത്രമല്ല നമ്മൾ മറ്റുള്ളവരെ കൂടി ആയിരിക്കും ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ പ്ലാനിങ് ഒക്കെ നല്ലതാണ്, പക്ഷെ നമ്മൾക്കൊന്നും എന്താ പറയുക, ഓക്കെ അങ്ങനെ തന്നെയാണെന്നൊന്നും വാശി പിടിക്കാൻ പറ്റില്ല, ജീവിതമാണ്. അപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ നമ്മൾ പറയില്ലേ, അതേപോലെ ഒഴുക്കിനൊത്ത് നമ്മൾ അങ്ങോട്ട് പോവുക. അങ്ങനെ നമ്മൾ കുറേ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾക്ക് ഒരുപാട് ടെൻഷൻസ് മാറ്റാൻ പറ്റും. എന്ന് കരുതിയിട്ട് നമ്മുടെ ലൈഫിൽ പ്ലാനിങ് ഒന്നും വേണം എന്നല്ല, പ്ലാനിങ് വേണ്ട എന്നല്ല കേട്ടോ, പ്ലാനിങ് വേണം. പ്ലാനിങ് ഉണ്ടെങ്കിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ. പക്ഷേ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കൊണ്ട് അതിലെന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനും പഠിക്കണം. പിന്നെ നമ്മളുടെ മനസ്സമാധാനം കളയുന്ന വേറൊരു സംഗതിയാണ് പെർഫെക്ഷൻ. നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും ഞാൻ സഹിതം പെർഫെക്റ്റ് ഹോം മേക്കർ അങ്ങനെയൊക്കെ കാണും. സീരിയസ്ലി അങ്ങനത്തെ ഒരു സാധനം ഇല്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണ്. നമ്മൾ പലപ്പോഴും ഇതുപോലെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, അത് നമ്മളുടെ ഓക്കെ എല്ലാവരുടെയും ആഗ്രഹമാണ്. നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ നമ്മൾക്കത് മര്യാദയ്ക്ക് ചെയ്യണം, ലൈക്ക് എല്ലാം നല്ല അടിപൊളിയായിട്ട് ലൈക്ക് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ അടിപൊളിയായിട്ട് ചെയ്യണം എന്നൊക്കെ ആയിരിക്കും നമ്മളുടെ ആഗ്രഹം. പക്ഷെ നമ്മൾ ഇന്നലെ ചെയ്ത പോലെ നമ്മൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ഇന്ന് ചെയ്ത പോലെ ചിലപ്പോൾ നാളെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എങ്ങനെ പെർഫെക്റ്റ് ആവണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം, പക്ഷെ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ കടുംപിടുത്തം പിടിച്ച് വാശി പിടിക്കാതിരിക്കുക. ആ ഒരു വാശി നമുക്ക് തന്നെ വിനയായിട്ട് വരെയുള്ളൂ. കാരണം ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് പോലെ പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ ജോലി ആയിക്കോട്ടെ വീടായിക്കോട്ടെ ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അയ്യോ എനിക്കത് പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് ടെൻഷൻ കയറി വയ്യാണ്ടാകും. അത് ചില ആൾക്കാർക്കാണ്. ഓക്കെ ഒരു ദിവസം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല എന്ന് ഓർത്ത് ഓക്കെ ഫൈൻ, ദാറ്റ്സ് ഫൈൻ, നമ്മൾ ജീവിതമാണ്, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കുമല്ലോ എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ്സ് ഫൈൻ. പക്ഷെ കുറേ ആൾക്കാർ ഈ പെർഫെക്ഷൻ്റെ പിന്നാലെ ഓടി അവർക്കത് ചെയ്യാൻ പറ്റാതായി കഴിയുമ്പോൾ അവർ ഡൗൺ ആയിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് നമുക്ക് തന്നെ ദോഷമായിട്ടേ വരത്തുള്ളൂ.
പിന്നെ രാവിലെ ഈ ജോലിക്ക് പോകുന്ന അമ്മമാർ, അല്ലെങ്കിൽ ജോലിക്ക് ഭർത്താവിനെ വിടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്ന ആൾക്കാർ, ഈ പറയുന്ന കാറ്റഗറീസ് ഓഫ് ആൾക്കാർക്ക് രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹറിബറി ആയിരിക്കും. രാവിലെ എഴുന്നേക്കുന്നു, പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ലൈക്ക് അവർ കിച്ചണിലോട്ടേക്ക് ഓടിയിട്ട് ഫുൾ ഹറിബറി ആയിരിക്കും. വീട്ടിലുള്ള ആൾക്കാർ പുറത്ത് പോകുന്നത് വരെ അവരങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും. അപ്പോൾ ജാപ്പനീസുകാർ ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ് സെൻസ് ഗു. അതായത് തലേ ദിവസം രാത്രി തന്നെ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെക്കുക, യൂണിഫോമും ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അയൺ ചെയ്ത് വെക്കുക, ബാഗ് സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മൾക്ക് എത്രത്തോളം ഈസി ആയിട്ട്, എത്രത്തോളം സമാധാനപരമായിട്ട് നമ്മൾക്ക് നമ്മുടെ രാവിലെ ആക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കും, അയ്യോ ഇത്ര കാര്യങ്ങൾ ചെയ്യണമല്ലോ, അത് ചെയ്യണമല്ലോ, ഇത് ചെയ്യണമല്ലോ, ആ ടെൻഷനിൽ പാതി ഉറക്കം പോയി കിട്ടും. അപ്പോൾ ഓക്കെ, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് രാവിലെ എഴുന്നേക്കുമ്പോൾ അതൊക്കെ ഒന്ന് ആക്കിയാൽ മതി. ബാക്കി എല്ലാം സെറ്റാണെന്ന് നമ്മുടെ മനസ്സിന് തന്നെ അറിയുമ്പോൾ സമാധാനപരമായിട്ട് നമുക്ക് ഉറങ്ങാനും പറ്റും. ഹറിബറി ഒന്നുമില്ലാതെ പിറ്റേ ദിവസം രാവിലെ നമ്മൾക്ക് സ്മൂത്ത് ആക്കി പറ്റും. ഈ തിരക്കിൻ്റെ ഇടയിൽ ടൈ എവിടെ, ഷൂ എവിടെ, ബോക്സ് എവിടെയെന്ന് ഓരോരുത്തർ വന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലുള്ളൊരു ദേഷ്യം നമ്മൾ അവരോട് കൂടെ തീർക്കും. അപ്പോൾ അവരുടെ ദിവസവും പോകും, നമ്മുടെ ദിവസവും പോകും. അപ്പോൾ എല്ലാവരും നാളെ മുതൽ സെൻസ് ഗു ജീവിതത്തിൽ പ്രാക്ടിക്കബിൾ ആക്കാൻ ശ്രമിക്കുക. പിന്നെ എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും എത്ര ജോലിയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു 5 മിനിറ്റ് അങ്ങ് പോസ് കൊടുക്കുക. ഈ 5 മിനിറ്റ് പോസ് കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും, ഞാനൊരു ടി വിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഫുൾ ടൈം ഓടിക്കൊണ്ടിരുന്നാൽ അത് പെട്ടെന്ന് അങ്ങ് അടിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും ഒരു 5 മിനിറ്റ് സമയം കുറച്ച് നേരം വെറുതെ ഇരിക്കാനോ, ഒരു ഗ്ലാസ് വെള്ളം, നമ്മൾ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കില്ലേ, ആ വെള്ളം കുടിക്കുന്നതാണെങ്കിൽ പോലും സമാധാനപരമായിട്ടൊന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി ഇരുന്നോ നിന്നോ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനപരമായിട്ട് കുടിക്കുക. എത്ര ജോലി തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും 1 മണിക്കൂറൊക്കെ ജോലി ചെയ്ത് കഴിയുമ്പം ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെ തന്നെ ഇരുന്ന് പോകരുത് കേട്ടോ. 5 മിനിറ്റ് കഴിയുമ്പോൾ ബാക്ക് ടു വർക്ക് ആയിരിക്കണം. അങ്ങനെ എല്ലാ ജോലികൾക്കിടെ ഇടയിലും ഒരു ചെറിയ ഇടവേള നമുക്ക് തന്നെ കൊടുക്കുക. അത് നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ കണ്ട ഈ എല്ലാ ജോലികളും ഞാൻ തന്നെ ചെയ്യേണ്ടത്, എൻ്റെ വീട്ടിൽ ആരും എന്നെ സഹായിക്കില്ല എന്നൊരു സംഭവം നമ്മൾ അങ്ങനെ ഉണ്ടാക്കാതിരിക്കുക. വീട്ടു ജോലി എന്ന് പറയുന്നത് ഒരാൾക്കിടെ മാത്രം കുത്തകയൊന്നുമല്ല, അത് ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ വി നീഡ് ടു സീക്ക് ഹെൽപ്പ് ഫ്രം അതേഴ്സ്. അവരുടെ അടുത്ത് നിന്ന് നമ്മൾ ഹെൽപ്പ് ചോദിക്കുക. അത് അത്ര വലിയതല്ല. ചില ആൾക്കാർക്ക് പണ്ട് മുതലേ അങ്ങനെ ചോദിക്കാതെ ആവുന്നത് കൊണ്ട് അവർക്ക് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഓക്കെ നീ ഇത് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇനി വരുന്ന ജനറേഷൻ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോട് നിങ്ങൾ പറഞ്ഞ് തിരുത്തിക്കുക. സോ കുഞ്ഞു കാര്യങ്ങൾക്കാണെങ്കിലും എന്തെങ്കിലും കട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒന്ന് ഇടക്കാനാണെന്നുണ്ടെങ്കിലും പിന്നെ അവരവരുടെ ബാഗുകൾ പാക്ക് ചെയ്യാനും ഡ്രസ്സ് അയൺ ചെയ്യാനും ഒക്കെ അവരോട് തന്നെ പറയുക. നമ്മളൊരു കൂട്ടായ്മയായിട്ട്, വീട്ടു ജോലി എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഒരു ടാസ്ക് അല്ലാതെ ഒരു ടീം വർക്ക് പോലെയൊക്കെ നമ്മൾ എന്താ പറയുക സ്റ്റാർട്ടിങ്ങിലേ മുതൽ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിരിക്കും. നമുക്ക് ഒരു പ്രഷറും തോന്നില്ല, സ്ട്രെസ്സും തോന്നില്ല. വീട്ടുജോലിയൊക്കെ നമ്മൾക്ക് ഭയങ്കര അടിപൊളിയാക്കി ഹാപ്പി ആക്കിയിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു ജോലി ചില ആൾക്കാർക്ക് ചിലപ്പോൾ അടുക്കളയിൽ വേറെ ആരും പാടില്ല, ഞാൻ തന്നെ ചെയ്യണം എന്നൊക്കെ വാശിയുള്ള കൈൻഡ് ഓഫ് കുറച്ച് ആൾക്കാരുണ്ട്. അവരങ്ങനെ തന്നെ ചെയ്തോളൂ. പക്ഷേ ഭയങ്കര ഈ വീട്ടുജോലി ചെയ്ത് മടുത്തു, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ വരുമ്പോൾ നമ്മൾ ഒരിക്കലും മറ്റൊരാളോട് സഹായം ചോദിക്കാൻ വേണ്ടിയിട്ട് മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പ്രാക്ടിക്കലി പറഞ്ഞാൽ സഹായമല്ല. ബിക്കോസ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യമൊക്കെ ചെയ്യുന്നത്. സോ അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് നമ്മൾ അവരെ പറഞ്ഞ് പഠിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. കാരണം ഈ നമ്മുടെ നാട്ടിലൊക്കെ കുറേ ശീലമുണ്ടല്ലോ, ആണുങ്ങളൊന്നും അടുക്കളയിൽ കയറൂല, അവർക്കതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഫാമിലീസൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം ഉള്ള ജനറേഷൻ അതൊക്കെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ് ആ ഒരു സംഭവം ബ്രേക്ക് ചെയ്യിപ്പിക്കുക. സോ നമ്മൾ മറ്റുള്ളവരുടെ സഹായം അല്ലെങ്കിൽ ഒരു ടീം വർക്ക് ആക്കിയിട്ട് നമ്മൾ ഹോം മേക്കിംഗ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോം മേക്കിംഗ് ഒക്കെ ഭയങ്കര ഈസി ആയിരിക്കുമല്ലോ, ടെൻഷനൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ. ഇനി നിങ്ങൾ അലട്ടുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാമെന്ന്. അങ്ങനെ നമ്മൾ 12 ദിവസത്തേക്കായിട്ട് വെക്കേഷൻ പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ സുരേഷ് ഗോപി പറയുന്നത് പോലെ ദാ പോയി ദേ വന്നു എന്ന് പറയുന്ന പോലെ പോയത് ഓർമ്മയുണ്ട്, വന്നത് ഓർമ്മയുണ്ട്, പോയത് ഓർമ്മയില്ല, വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ എന്ന്.
അങ്ങനെ ആ വെക്കേഷനൊക്കെ കഴിഞ്ഞു. പിന്നെ പൊതുവേ നമ്മൾ അങ്ങനെ സാധനമൊന്നും കൊണ്ടുവരാറില്ല കേട്ടോ. ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു തെറ്റിദ്ധാരണ മൂലം ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടില്ല എന്നുള്ളത് കൊണ്ട് കുറേ വാരി വലിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മാക്സിമം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല. പക്ഷേ ഈ തവണയാണ് ഉള്ളതിൽ കൂടുതലായിട്ട് നമ്മൾ കുറേ അച്ചാറുകൾ, പിന്നെ നമ്മുടെ വേപ്പില കട്ടി, എൻ്റെ അപ്പനൊക്കെ ചക്ക വരെയൊക്കെ തന്ന് വിട്ടിട്ടുണ്ട്. എനിക്ക് ആ ചക്കയാണ് ഞാനിപ്പോൾ ഫ്രിഡ്ജിലോട്ടേക്ക് കയറ്റണം കേട്ടോ. അങ്ങനെ കുഞ്ഞാൻ്റീൻ്റെ വക ഉണ്ണിയപ്പം, ഞാൻ കഴിച്ചിട്ടുള്ള ഉണ്ണിയപ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുഞ്ഞാൻ്റി ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഷുഗർ കട്ടായിരുന്നു ഇവിടുന്ന് പോകുന്നത് വരെ. ഇപ്പോൾ ഷുഗർ കട്ടും ഇല്ല, ഒരു കട്ടും ഇല്ല, കണ്ണി കണ്ടതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തീർത്തിട്ട് വേണം ഇനി നമ്മളുടെ ബാക്ക് ടു ഡയറ്റിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വെക്കേഷനൊക്കെ കഴിഞ്ഞു. നാട്ടിൽ വെക്കേഷൻ്റെ സമയത്ത് നമ്മൾ കുറേ മഴയൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ചെന്നിട്ടൊരു ആദ്യത്തെ 2-3 ദിവസമായിരുന്നു നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ രാത്രി കുറച്ച് മഴ കണ്ടു, രാവിലെ കുറച്ച് വെളുപ്പിന് കാണുന്നില്ല, ഒച്ച മാത്രമേ ഉള്ളൂ. അവിടേക്ക് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഒരു നേരമാവുമല്ലോ. അങ്ങനെ എല്ലാം കഴിഞ്ഞു, നമ്മൾ വീടെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.